നല്ലോണം മസാലയുള്ള ബിരിയാണിയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനേ പോകുന്നില്ല. നിങ്ങൾ ഇത് വാങ്ങരുത്. നല്ലോണം മസാല അയാളുടെ ബിരിയാണി അയാൾ തന്നെ വാങ്ങണ്ട. പല റൈസും കളറായി മാറി. റൈസ് ഓഫ് പേർഷ്യ നമുക്ക് കഴിച്ചു നോക്കാം അല്ലേ? നല്ല പുതിയ ബിരിയാണി. പിന്നെ ഒളിഞ്ഞിരിക്കുന്നൊരു മുട്ട, പപ്പടം, ഞങ്ങൾ ചെറിയ ട്രിപ്പ് ഇറങ്ങിയത് ഫസ്റ്റ് ഫുഡ് കഴിക്കാൻ തന്നെ. ആള് ഫുഡ് കഴിക്കാൻ ലിസ്റ്റുകൾ എടുത്തോണ്ടിരിക്കുക, അവിടെ പോയി എന്തൊക്കെ കഴിക്കണം എല്ലാം ഫൈനലൈസ് ചെയ്താ. ഈ പുള്ളിക്കാരന്റെ വീഡിയോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മീൻസ് കറക്റ്റ് റിവ്യൂ പറയുന്ന ഒരാളാണ്. അപ്പം പുള്ളിക്കാരന്റെ ഒരു സംഭവല്ലേ പുതിയ ബിരിയാണി ഞാനും കാണാറുണ്ട്, എനിക്കിഷ്ടമാണ്. പുള്ളി തുടങ്ങിയ സംരംഭമുണ്ട് റൈസ് ഓഫ് പേർഷ്യ. കോഴി ഒന്ന് കഴിക്കാം. അതെ, സാധാരണക്കാരായ നമുക്കൊന്നും എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ പുള്ളിയുടെ റിവ്യൂ, പുള്ളിയുടെ ബിരിയാണി നമ്മൾ കഴിച്ചിട്ട് ബിരിയാണി കിട്ടുമോന്ന് എനിക്കറിയില്ല, കാരണം ഇപ്പൊ 3 മണിയായി. മൃണാളുടെ റൈസ് ഓഫ് പേർഷ്യയുടെ ബിരിയാണി കഴിച്ചിട്ട് ബാക്കി പവർ. ചിയേഴ്സ്. നമ്മുടെ പൊതി ബിരിയാണി കിട്ടിയിട്ടുണ്ട്. എന്റെ പേര് നികിത സെബാസ്റ്റ്യൻ. ബില്ല് പോട്ടെ. അയ്യോ, ബില്ല് കയറിപ്പോയി മാറ്റാൻ ഉദ്ദേശിച്ചു. ഇതില്ലേ ഞാൻ എടുക്കട്ടെ? നീ എടുക്കാം ബാക്കി. പിന്നെയും പായസം അല്ല റൈത്ത സാലഡ്. എന്താ ഇത് പപ്പടോട് ചെയ്യാണ്ട് കിട്ടി. അയ്യോ, കുറച്ച് എടുക്കും, എന്നാലും കുഴപ്പമില്ല. ഇത് ഇച്ചാ ഞാൻ എടുക്കാം. അങ്ങനെ ഞാൻ ഹാൻഡ് ഓവർ ചെയ്തു. നമുക്ക് ഇത്രയും സാധനങ്ങളോട് കിട്ടിയാണ്ടേ. പപ്പടം, നല്ല സ്മെല്ല് വരുന്നുണ്ട്. പായസം, സാലഡ്, 2 ടൈപ്പ് സാലഡ്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഹായ്, നല്ല ബിരിയാണിയുടെ മണം. ചിക്കൻ അടർത്തി ഞാൻ മാറ്റി. തന്നെ ചമ്മന്തി ഉണ്ടല്ലേ? പുതിന ചമ്മന്തി ഉണ്ട്, ചിക്കൻ പീസ് ഉണ്ട്, മുട്ടയുണ്ട്. നമ്മള് ബിരിയാണിയിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന സാധനം മുട്ട. ഞാൻ എപ്പോഴും ഇങ്ങനെ ഓരോ ബിരിയാണി സ്ഥലത്ത് ബിരിയാണി ചോദിക്കുമ്പോ മുട്ട ഉണ്ടാകുന്ന വെറുതെ ഒന്ന് തപ്പി വെക്കും. ആ മുട്ട പുറത്തേക്ക് എടുക്കും. കഴിച്ചു നോക്കി. പക്ഷെ ആ റൈസ് മാത്രം ഒന്ന് കഴിച്ചു നോക്കിയ സാധനം കേട്ടോ. ടേസ്റ്റ് വർത്താണ് ആ പ്രൈസിന്. 345 റുപ്പീസിനുള്ള ആള് വർത്ത് ഇത് പറഞ്ഞു. അതായത് പുള്ളിക്കാരൻ പറഞ്ഞില്ലേ, ചേട്ടൻ പറഞ്ഞില്ലേ, അതായത് ഒത്തിരി സ്പൈസി ആയിട്ടും മസാലയുടെ ടേസ്റ്റും ആഗ്രഹിച്ച് കഴിക്കുന്നവർക്ക് ഇത് പറ്റില്ല. എനിക്കെന്ന് പറഞ്ഞാൽ ആ റൈസിന്റെയും ചിക്കന്റെ ഒക്കെ മൈൽഡ് ഫ്ലേവർ, മസാല ഇങ്ങനെ കുത്തി നിൽക്കാൻ പാടില്ല. അപ്പൊ നല്ല ആ റൈസിന്റെ ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. എനിക്കൊരു ഉറപ്പായിട്ടും കാണാൻ കൊള്ളാട്ടോ. ടേസ്റ്റ് ഉണ്ട്. ആ മുട്ട എനിക്ക് തരാം. ഇല്ല, ഞാൻ വേറെ വീട്ടിൽ ചെല്ലുമ്പോ വേറെ മുട്ട തരാം. എനിക്ക് ഇന്നത്തെ മുട്ട മതി. ബാക്കി ഞങ്ങൾ കഴിച്ച് ഫിനിഷ് ചെയ്തിട്ട് ബാക്കി അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ ലഞ്ച് ടൈം. അല്ല, കഴിച്ചു കഴിഞ്ഞു. ഇവിടെ പായസം ഉണ്ട്, സേമിയ പായസം ഇട്ട് കൊടുത്തേക്കുന്ന പായസം. മോശം എന്ന് പറയാൻ പറ്റൂല, നല്ല ടേസ്റ്റ് ഉള്ളൊരു സേമിയ പായസം. പക്ഷെ പായസം ഈ സേമിയക്ക് പകരം നല്ല അടപ്രഥമനോ, നല്ല അടപ്രഥമൻ, മറ്റേ മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ചിട്ടുള്ള അടപ്രഥമൻ, അതൊക്കെ കിട്ടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇലയൊന്നും കഴിച്ച് ഇലയൊക്കെ തീർന്നു. ഇലയിൽ വല്ല ബാക്കിയുണ്ടോ? അതുകൊണ്ട് എനിക്ക് ഇത്തിരി തന്ന്. അപ്പൊ ഞാൻ കുടിക്കട്ടെ കേട്ടോ. ഓണസ്റ്റ് ആയിട്ട് നമ്മൾ ആ കുഴപ്പമില്ല, നല്ല ബിരിയാണി എന്ന് പറയില്ലേ, ആ നല്ല ബിരിയാണി എന്ന് പറയാൻ പറ്റിയ സാധനം. ചേട്ടാ സൂപ്പർ ബിരിയാണി കേട്ടോ.
മോശമില്ല. ഇനി റെസ്റ്റോറന്റ് തുടങ്ങിയിട്ട് അവിടെ വന്നിരുന്ന് ഞങ്ങൾ ഇനിയും കഴിക്കുന്നതായിരിക്കും. അതെ. അപ്പൊ ഇനി ഞങ്ങൾക്ക് 1 2 3 വെച്ച് കഴിക്കാമല്ലോ. അപ്പൊ ബൈ.